എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലിന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് രാജേശ്വരി അച്യുതന്റെ അടുത്തേക്ക് എത്തുവാണ്. അച്യുതന്റെ അടുത്ത് എത്തിയിട്ട് ചോദിച്ചു, അല്ല അച്യുതേട്ടാ, എന്താ സംഭവിച്ച? സത്യം പറ, താഴെ എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്, എന്നോട് മറയ്ക്കാൻ ശ്രമിക്കണമെന്ന് പറയണം. ഇത് കേട്ടതും അച്യുതൻ പറഞ്ഞു, ഒന്നും സംഭവിച്ചിട്ടില്ല, വെറുതെ കള്ളത്തരം പറയണ്ടെന്ന് പറയണം. അവസാനം അച്യുതൻ പറഞ്ഞു, ആ ബാലനുണ്ടല്ലോ, അവൻ എന്നെ തല്ലിന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം രാജേശ്വരി ചോദിച്ചു, അയാൾ തല്ലിയോ? എന്നിട്ടോ അച്യുതേട്ടൻ ഒന്നും മിണ്ടാതെ ഇങ്ങോട്ട് പോന്നോന്ന് ചോദിക്കുക. ഞാനൊന്നും മിണ്ടിയില്ലാന്ന് പറയണം. ഓഹോ, ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, ഇപ്പൊ തന്നെ ചോദിച്ചിട്ടേ ഉള്ളൂ, ഇങ്ങോട്ട് വരാനും പറഞ്ഞോണ്ട് അച്ഛന്റെ കയ്യിലേക്ക് കയറി രാജേശ്വരി പിടിക്കണം. വേണ്ട, ഇപ്പൊ പോണ്ടാന്ന് പറയണം എന്ന് പറഞ്ഞ് രാജേശ്വരനെ അച്യുതൻ തടയുവാണ്. എന്താ അച്യുതേട്ടാ, എന്താ ഏട്ടൻ ഇങ്ങനെയൊക്കെ പറയണെന്ന് ചോദിക്കുക. നമ്മൾ കൊടുക്കണം തിരിച്ചടി, പക്ഷെ ഞാനല്ല അടി കൊടുക്കാൻ പോകുന്നത്, അതിനുള്ള ആള് 2 ദിവസത്തിനുള്ളിൽ തന്നെ ഇവിടെ എത്തും. പബ്ലിക്കായിട്ട് വേണം അവനിട്ട് കൊടുക്കാനായിട്ട്, അതിനുള്ള ഞാൻ ഒരുക്കൊണ്ടിരിക്കുകയെന്ന് പറയണം. ഇത് കേട്ടത് രാജേശ്വരിക്ക് കുറച്ച് സമാധാനമായി. ഈ സമയം ആകാശും മീനാക്ഷി സംസാരിച്ചോണ്ടിരിക്കുക. മീനാക്ഷി പറഞ്ഞു, അയാൾക്ക് കിട്ടേണ്ടത് തന്നെയാ കിട്ടിയത്. ഇത് ഞാൻ മുമ്പേ ഓങ്ങി വെച്ചാ, അന്ന് എന്നെ ഓഫീസിൽ വന്നിട്ട് വിളിച്ചിട്ട് പോയത് അയാള്. ഇന്നാണെങ്കിൽ എന്താണെങ്കിലും അച്ഛൻ അയാൾക്ക് ഇട്ടൊരെണ്ണം കൊടുത്തെന്ന് പറയണം. ആകാശ് പറഞ്ഞു, ഇനിയിപ്പോ ഇതിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും അറിയത്തില്ല. എന്തിനാ ആകാശേട്ടൻ പേടിക്കുന്നേ? എന്ത് പ്രശ്നം ഉണ്ടാവാനായിട്ടാ? ഉണ്ടാവുന്നൊക്കെ ഉണ്ടാവട്ടെ, നിനക്കറിയത്തില്ല അവരുടെ സ്വഭാവം എന്താന്ന്. അവര് പക പോക്കാനായിട്ട് കാത്തിരിക്കുന്നവരാന്ന് പറയണ്. എന്ത് പക പോക്കാനായിട്ട്? ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല, ഉറപ്പായിട്ടും കണ്ടു. കിട്ടേണ്ടത് കിട്ടിക്കഴിയുമ്പം അടങ്ങി ഒതുങ്ങി അവർക്ക് ജീവിക്കാറാവെന്ന് പറയാണ്. ഞാൻ നോക്കിയിട്ട് എന്തുകൊണ്ട് നല്ലതാന്ന് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ നേരത്തെ കൊടുക്കുമായിരുന്നെങ്കിൽ ഇന്ന് ഇത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്ന എനിക്ക് തോന്നണേന്ന് പറയണം. ആ സമയം അകത്തേക്ക് വന്ന് ഗോമതിക്കാണ് ആകെപ്പാട് ടെൻഷൻ. ഗോമതി ബാലനോട്, എന്താ ബാലേട്ടാ, വെറുതെ ഒരു വഴക്കിന് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഇത് കിടന്ന് ബാലൻ പറഞ്ഞു, ഇത്രയും കാലം ഞാൻ സഹിച്ചു ക്ഷമിച്ച് മുന്നോട്ട് പോയി, ഇനി ഇതിപ്പോ അത് വേണമെന്നാണോ? ഒരു കാരണവശാൽ അത് നടക്കുന്ന കാര്യമില്ലെന്ന് പറയാണ്. എന്നാലും ബാലേട്ട ഒരെന്നാലും ഇല്ല. അതെ, എത്രയെന്ന് വെച്ചാ മിണ്ടായിരിക്കണേ ബാലേട്ട, എനിക്ക് നല്ല പേടിയുണ്ട്. അവരുടെ കാര്യം അറിയാലോ, അവരെന്തിനും മടിക്കാത്തരാ. എന്റെ ഏട്ടന്മാരായതുകൊണ്ട് പറയല്ല, രണ്ടുപേരും ഒന്നിനൊന്നിനും ബെറ്ററാ. പിന്നെ അന്തേണ്ണാണ് കുറച്ച് പാവം, കുറച്ച് സ്നേഹമുണ്ട്. പക്ഷെ അച്യുതേട്ടന്റെ സ്വഭാവം അങ്ങനെയല്ലാന്ന് പറയണം. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും എന്റെ അടുത്തേക്ക് വരട്ടെ, അപ്പൊ കാണാന്ന് പറയണം. ഒരു പക്ഷെ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല, ചിലപ്പോൾ അവർ ഇരുട്ടടി അടിക്കാൻ മടിക്കാത്തവരാ. ബാലേട്ടൻ തന്നെയുള്ള സമയത്താണെങ്കിലോ? അതൊന്നും ഒരു കുഴപ്പമില്ല ഗോമതി, ഒരു കാര്യം ചെയ്താലോ, ആരിനെ ഇങ്ങോട്ട് വിളിച്ചാലോ എന്ന് ചോദിക്കുകയാണ്. അതെന്തിനാ? അല്ല, ആരിനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു ധൈര്യം ഉണ്ടായിരുന്നു, അവൻ ഇവിടെ വരുവായിരുന്നെങ്കിലേ. വേണ്ടത്തെ കാര്യങ്ങളൊന്നും ചിന്തിക്കണ്ട, അവനെ വിളിക്കാണ്ട് ഞാൻ പോയതല്ലേ, അപ്പോഴവൻ എന്തൊരു അഹങ്കാരമായിരുന്നു. അവന്റെ വായി കിടക്കുന്ന മൊത്തം ഞാൻ കിട്ടു, ഇനിയിപ്പൊ അവനെക്കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ടെന്ന് പറയണം. എന്താ ബാലേട്ട, ഒരു പക്ഷേങ്കില് അവൻ അവന്റെ മനസ്സിലെ വിഷമം കൊണ്ട് പറഞ്ഞായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ബാലേട്ടനോട് അവന് ഇഷ്ടമില്ലായിരിക്കോ? ഒരിക്കലും ഇല്ല, അവൻ അത്രയ്ക്ക് ഇഷ്ടമാണ് ബാലേട്ടനെ. ബാലേട്ടൻ അവന്റെ മനസ്സ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല, അതുകൊണ്ടാന്ന് പറയണം. ഇത് കേട്ടതും ബാലൻ പറഞ്ഞു, അങ്ങനെയൊന്നുമല്ല ഗോമതി, അവൻ എന്നെ വേണ്ട, അല്ലെങ്കിൽ ഈ കുടുംബത്തെ വേണ്ട, അതുകൊണ്ടല്ലേ അവനിങ്ങനെ അവന്റെ സോന്യാസം നടക്കുന്നേ. എത്ര വെച്ചാൽ നടക്കട്ടെ, അവസാനം കണ്ടു എന്റെ കാൽച്ചുവട്ടിലേക്ക് തന്നെ വരൂന്ന് പറയാം. ഇത് കേട്ടതും ഗോമതി പറഞ്ഞു, ആരിന് വന്നതുവാ, അത് പ്രതീക്ഷ ബാലേണ്ണ ഇരിക്കുക വേണ്ട. ബാലേണ്ണ അതേ സ്വഭാവം അതിന് കിട്ടിയിരിക്കുന്നത്, അതുകൊണ്ട് ബാലേണ്ണ ആ കാര്യത്തില് പേടിക്കണ്ടെന്ന് പറയണം. ഒരു കാരണവശാലും ആരും ഇങ്ങോട്ട് വരാൻ പോകുന്നില്ല. ഇനിയിപ്പോ ബാലേട്ടൻ വിളിച്ചാൽ പോലും അവൻ ഇങ്ങോട്ട് വരാൻ പോകുന്നില്ലെന്ന് പറയാണ്. പിന്നീട് രാത്രി നല്ല ഉറക്കത്തിന് സമയത്ത് ആരിനൊരു സ്വപ്നം കണ്ട് ഞെട്ടി ഉണരുവാണ്. ഞെട്ടി ഉണർന്നിട്ട് അററി വിളിച്ചു കഴിയുമ്പോഴത്തേനും മിത്ര ഓടി വന്നു. എന്താ ആര്യാന്ന് ചോദിച്ചിട്ട് ലൈറ്റൊക്കെ ഇടുവാണ്. എന്തോ ഒരു സ്വപ്നം കണ്ടു, അച്ഛൻ എന്തോ അപകടം പറ്റുന്നതായിട്ട്. പെട്ടെന്ന് മിത്ര പറഞ്ഞു, അതിപ്പം ആരിന് ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നിട്ടായിരിക്കും എന്ന് പറയണേ. ഇല്ല, എന്തോ എനിക്കറിയത്തില്ല എന്ന് പറയണേ. പെട്ടെന്ന് ആര്യങ്ങൾ എഴുന്നേറ്റ് വന്നു. മിത്ര പറഞ്ഞു, സമാധാനമായിട്ട് കിടന്നുറങ്ങുക, ആരിന്റെ മനസ്സിൽ എന്തൊക്കെയോ ഒരു പേടിയുണ്ട്, അതാന്ന് പറയണം. ആരിന് ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ആരിന് അങ്കിളിനോട് നല്ല സ്നേഹമാണെന്ന് എനിക്ക് അറിയാന്ന് പറയാം. ഇത് കേട്ടോ ആര്യം പറഞ്ഞു, എനിക്ക് അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയാം. വെറുതെ എന്തിനാ ആര്യ കള്ളം പറയണേ? അതെ, എനിക്ക് ആ സാരി വാങ്ങിച്ചോണ്ട് തന്നില്ലേ, അതിന് ഒത്തിരി നന്ദിയുണ്ടെന്ന് പറയണം. എന്തിന്? അല്ല, ഞാൻ പ്രതീക്ഷിച്ചല്ല ആ സാരി വാങ്ങിച്ചോണ്ട് തരുമെന്ന്. എനിക്കറിയാം ആന്റെ മനസ്സിൽ ഒത്തിരി സ്നേഹമുണ്ട്, പക്ഷെ ആരിനതൊന്നും പുറത്ത് കാണിക്കാതിരിക്കുക. അതുപോലെ തന്നെ അങ്കിളിന്റെ മനസ്സ് നിറച്ച് സ്നേഹമാണ്, പക്ഷെ അത് പുറത്ത് പ്രകടിപ്പിക്കില്ല, അകത്ത് വെച്ചോണ്ടിരിക്കും. ആ പെരുമാറുന്ന അതേ സ്വഭാവമാണെന്ന് പറയണം. ഇത് കേട്ട ആര്യം പറഞ്ഞു, എനിക്ക് അങ്ങനെ വലിയ സ്നേഹമൊന്നുമില്ല, എനിക്ക് ആരുടെ വലിയ ഇഷ്ടമൊന്നും ഇല്ലെന്ന് പറയണം. ഇത് തന്നെ ഞാൻ പറഞ്ഞ. ഇങ്ങനെയൊക്കെ പുറമെ പറഞ്ഞാലും ആരിന് അങ്ങനെയല്ല. ഏറ്റവും കൂടുതൽ ആരിന് ഈ ഭൂമി സ്നേഹിക്കുന്ന ആരെയെന്നറിയോ? അങ്കിളിനെയാന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുപോലെ തന്നെ അങ്കിളും അങ്ങനെ തന്നെയാ. പക്ഷെ രണ്ടുപേരും കണ്ണി നോക്കിയിട്ടാണെങ്കിൽ കീരിയും പാമ്പുവാ. ഈ സ്നേഹമുള്ളിടത്തല്ലേ അടി ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞോലെ എന്ന് പറയാം. ആര്യം പറഞ്ഞു, പോയി കിടന്ന് ഉറങ്ങാൻ നോക്കെന്ന് പറഞ്ഞിട്ട് മിത്രൻ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ്. കാരണം തന്റെ മനസ്സും മിത്രം മനസ്സിലാക്കുന്നുണ്ടെന്ന് ആരിന് മനസ്സിലായി. ആ സമയം
അനന്തന്റെ അടുത്ത് നന്ദിത പറഞ്ഞു, അതെ അനന്തേട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇതേ മിത്രമോള് നമ്മുടെ മോളാ, അതുപോലെ തന്നെ ആര്യന് നമ്മുടെ മരുമോനാ. ഇതേ മിക്കവാറും അച്യുതം വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരു കാരണവശാലും ഇല്ല. അവരുമായിട്ട് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ മിക്കവാറും നമ്മുടെ മോളെ കൊല്ലാൻ പോലും മടിക്കത്തില്ലെന്ന് പറയാം. അതുകൊണ്ട് അനന്തേട്ടനകത്ത് ഇടപെടണമെന്ന് പറയാം. ഇത് കേട്ട അനന്തം പറഞ്ഞു, ദേ ഈ കുടുംബം രണ്ടായിട്ട് ഞാൻ സമ്മതിക്കില്ല. അച്യുതനെ എതിർക്കാണ്ട് എനിക്ക് പറ്റില്ലെന്ന് പറയാം. ഇത് കേട്ടതും നന്ദിത പറഞ്ഞു, എതിർക്കണം എന്ന് ആര് പറഞ്ഞു? എതിർക്കൊന്നും വേണ്ട. പക്ഷേ ഒരു കാര്യമുണ്ട്, എതിർക്കാതെ തന്നെ അവരെ രക്ഷിക്കാണ്ട് ശ്രമിക്കണം. അച്യുതേട്ടൻ ഒരു കാരണവശാലും ഒരു തെറ്റ് ചെയ്യാൻ പാടില്ല. തെറ്റിൽ നിന്ന് പിന്തിരിപ്പിക്കുക അനന്തേട്ടൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് നന്ദിത അനന്തനെ ഉപദേശിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം നേരം വെളുത്തും ബാലൻ രാവിലെ നടക്കാൻ ഇറങ്ങിയിട്ട് തിരികെ വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ വീടിന്റെ പടിക്കലെത്തി കഴിഞ്ഞപ്പോഴത്തെ അങ്ങോട്ട് അച്യുതം വരുവാണ്. ഓഹോ, നീ രാവിലെ നടക്കാനൊക്കെ പോകാറുണ്ടല്ലേ ബാലൻ നിൽക്കണം? അതെ, നടക്കാൻ പോകാറുണ്ട്. ആരോഗ്യം വേണമല്ലോ എന്ന് പറയണം. ആ, ആരോഗ്യം വേണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ അച്യുതം പറഞ്ഞു, അല്ലല്ലോ ഈ പ്രായത്തിൽ നിനക്ക് നല്ല ആരോഗ്യം ഉണ്ടല്ലോ എന്ന് പറയണം. അതങ്ങനെയാണല്ലോ, നമ്മള് ചെയ്യുന്ന പോലെ ഇരിക്കും. നിത്യാഭ്യാസി ആന എടുക്കുന്നല്ലേ പറയണേന്ന് ചോദിക്കുവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പം അച്യുതം പറഞ്ഞു, അത് ശരിയാ, 10 ഗുണം 10 ഗുണം എന്നും പറഞ്ഞ് കേൾക്കാറുണ്ടെന്ന് പറയണം. അങ്ങോട്ടും ഇങ്ങോട്ടും അവര് കൗണ്ടർ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പത്തേനും ഗോമതി അങ്ങോട്ട് ഇറങ്ങി വന്നു. ഗോമതി വന്നിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ്. ഒന്നുമില്ല, ഞാൻ എന്റെ അളിയനുമായിട്ട് ചില സംസാരിച്ചാന്ന് ഗോമതിയോട് ബാലൻ പറയണം. അപ്പോഴേക്കും അലോകും രാജേശ്വരം കൂടെ ഓടി വരുവാണ്. എന്തേലും പ്രശ്നമാണെന്ന് ഓർത്തോണ്ട് ഓടി വന്ന അലോക് വന്നിട്ട് ചോദിച്ചു, എന്താ അച്ഛാ പ്രശ്നം? വല്ല അടിയും വഴക്കുവാണോ? അങ്ങനെയൊന്നും ഇല്ലടാ, ഞങ്ങൾ തമ്മിൽ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചാന്ന് പറയണം. ഈ സമയം അലോക് പറഞ്ഞു, ഇതേച്ചാ എന്തേലും ഉണ്ടെ പറയണം കേട്ടോ, അടിക്കലാണ് നമുക്ക് ഇപ്പൊ തന്നെ തല്ലി തീർക്കാന്ന് പറയണം. ഇതായിരുന്നു ബാലൻ പറഞ്ഞു, ഓ അതിനൊക്കെയുള്ള വളർച്ച നിനക്ക് കൊണ്ടോടാൻ മോനെന്ന് ചോദിക്കുകയാണ്. അതെ, ഞാൻ നിന്റെ അച്ഛനും തമ്മിൽ പല പ്രശ്നങ്ങളും കാണും, അതിൻ്റെ ഇടയ്ക്ക് നീ കയറി ഇടപെടേണ്ടെന്ന് അലോകിനോട് പറയണം. ഇടപെട്ടാ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കാം. ഇതേടാ മോനെ, വെറുതെ സൂക്ഷിച്ച് സംസാരിക്കണമെന്ന് പറയണം. അതിനും മീനാക്ഷിയും കൂടെ അങ്ങോട്ട് ഓടി ഇറങ്ങി വരുവാണ്. പെട്ടെന്ന് ബാലൻ പറഞ്ഞു, അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിനകത്ത് നിങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല. പിന്നീട് ബാലൻ അങ്ങോട്ട് കയറി പോകാൻ തുടങ്ങുമ്പോഴത്തേനും അലോക് പറഞ്ഞു, ദേച്ചാ ഇവനെയൊന്നും വെറുതെ വിട്ട് കൂടെന്ന് പറയാണ്. ഇത് കേട്ടൻ ബാലൻ തിരിഞ്ഞു വന്നു. എന്താടാ നീ പറഞ്ഞതെന്ന് ചോദിക്കണം. പെട്ടെന്ന് അച്ഛനും പറഞ്ഞു, എടാ അലോകെ നീ കയറി പോകാൻ പറയണം. അങ്ങനെ രാജേശ്വരൻ പറഞ്ഞു, നിങ്ങളോട് കയറി പോകാനല്ലേ പറഞ്ഞു, നിങ്ങളെ ആരെങ്കിലും ഇങ്ങോട്ടും വിളിച്ചോന്ന് ചോദിക്കണം. ബാലൻ പറഞ്ഞു, അത് തന്നെ അങ്ങനെ വേണം, അച്ഛൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കൾ അനുസരിക്കണമെന്ന് പറയാണ്. പിന്നീട് ഗോമതി എന്ന് പറഞ്ഞിട്ട് ബാലനകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോവാ. ഗോമതി അതേന്നും പറഞ്ഞു, എന്റെ ബാലേട്ടാ ഞാൻ പറഞ്ഞിട്ടില്ലേ ഈ നടക്കാൻ ഇനി പോവണ്ടാന്ന്. അതെന്താ, എനിക്ക് നല്ല ഭയമുണ്ട് അവരെ എന്തേലും ചെയ്യുമോ എന്നുള്ള കാര്യം. ഇത് കേട്ടോണ്ട് മീനാക്ഷി അങ്ങോട്ട് വന്നു. മീനാക്ഷി വന്നിട്ട് എന്ത് ചെയ്യാനമ്മേ, പക്ഷെ എനിക്ക് പേടിയുണ്ട് മോൾക്ക് അറിയത്തില്ലാഞ്ഞിട്ട് എന്റെ ഏട്ടന്മാരുടെ സ്വഭാവം എന്താന്ന്. അത് കേട്ടൻ ബാലൻ പറഞ്ഞു, ഒന്നും ചെയ്യാനൊന്നും പോകുന്നില്ല, എന്തേലും ചെയ്യാൻ വരട്ടെ. ബാലേട്ടൻ ഇതൊക്കെ പറയാം, പക്ഷെ എനിക്കല്ലേ അറിയത്തുള്ളൂ എന്റെ വിഷമം എന്താന്ന്. ബാലേട്ടൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, തിരിച്ചു കയറുന്നോളം വരെ എനിക്കിപ്പോ എന്തൊരു ആദ്യമാണെന്നറിയോ. ഒരു പക്ഷെ അവര് വെറുതെ ഇരിക്കുന്നില്ല. അനന്തേട്ടന്റെ സ്വഭാവം പോലെയല്ല അച്യുതേട്ടന്റെ സ്വഭാവം. കാരണം പെട്ടെന്ന് മുറിയുണ്ടെന്ന സ്വഭാവം, ക്രൂരമായ മനസ്സാണ്. കാരണം എന്ത് ചെയ്യാൻ പഠിക്കാതാ. എനിക്ക് അതുകൊണ്ട് നല്ല പേടിയുണ്ട്. ഇപ്പൊ തന്നെയാണെങ്കിലും ആരിനെ പോലും ഉപദ്രവിക്കുമെന്ന് നല്ല പേടിച്ചിട്ടാ ഞാൻ ഇരിക്കണേന്ന് പറയാണ്. എന്റെ ഗോമതി, നീ ഇങ്ങനെ പേടിക്കാൻ തുടങ്ങിയാൽ എങ്ങനെ ശരിയാവുന്നേ? പേടിക്കേണ്ട ഒരു കാര്യമില്ല, ഒരു പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല. നീ ധൈര്യമായിട്ടിരിക്കും. എന്നെ ആരെങ്കിലും എന്ത് ചെയ്യാൻ വരാനാ? എന്തെങ്കിലും ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നെ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിലും എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നു ബാലേട്ടാന്ന് പറയണം. എന്ത് വന്നാലും അവളും ഉണ്ട്, അവളുടെ ഒരു ആര്യനും ഉണ്ട്. ഇത് കേട്ടത് മീനാക്ഷി പറഞ്ഞു, അതെ ആര്യനെ അച്ഛൻ കുറ്റം പറയൊന്നും വേണ്ട, അച്ഛന്റെ സ്വഭാവം തന്നെ ആര്യന് കിട്ടിയിരിക്കുന്ന പറയാണ്. ഇത് കേട്ടതും ബാലൻ ചോദിച്ചു, എന്ത്? അല്ല ആര്യനെ അച്ഛൻ എത്ര സ്നേഹിക്കുന്നുണ്ടോ അത്ര തന്നെ ആര്യനെ അച്ഛനെ സ്നേഹിക്കുന്നുണ്ട്, ഇല്ലെന്ന് അച്ഛന് പറയാൻ പറ്റുമെന്ന് ചോദിക്കാം. ഇത് കേട്ടാൻ ബാലൻ പറഞ്ഞു, എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്ന് പറയണം. ഇതാ അച്ഛന്റെ കുഴപ്പം. അച്ഛൻ അറിയാം ഏറ്റവും കൂടുതൽ കുടുംബത്തിൽ അച്ഛനെ സ്നേഹിക്കുന്ന ആര്യനാണ്. പക്ഷെ അച്ഛൻ അതങ്ങോട്ട് അംഗീകരിച്ചു തരാൻ പറ്റില്ല. അതുപോലെ തന്നെ ആര്യന്റെ സ്വഭാവം, രണ്ടുപേരും കട്ട നിൽക്കും, വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറാകത്തുമില്ല. പക്ഷെ രണ്ടുപേർക്കും നല്ല ഒടുക്കത്തെ സ്നേഹമാണ് താനും എന്ന് പറയാണ്. ഇത് കേട്ടതും ബാലൻ പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ലാന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവാണ്. അപ്പം ഗോമതി പറഞ്ഞു, കേട്ടില്ലേ ഇത് ബാലേട്ടൻ പറഞ്ഞിട്ട് പോയത്? എന്റെ അമ്മ ഇന്നും കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല, ഇതൊക്കെ കൂളായിട്ട് അങ്ങോട്ട് വിട്ടുകളാ. അച്ഛന്റെ സ്വഭാവം അറിയാന്നല്ലേ, അച്ഛൻ ആരിനെ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട്, തിരിച്ചു അതുപോലെ തന്നെ. അതുകൊണ്ടല്ലേ പാമ്പേടി ഏറ്റ സമയത്ത് അച്ഛനെ ആരും രക്ഷപ്പെടുത്തിയെന്ന് ചോദിക്കുക. അത് ഞാൻ ബാലേട്ടനോട് പറഞ്ഞിട്ട് ബാലേട്ടൻ വിശ്വസിക്കാൻ പോലും കൂട്ടാക്കിയില്ല. അതമ്മേ, അച്ഛൻ നേരത്തെ ഈ കാര്യം അറിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാ, അല്ലെങ്കിൽ അച്ഛൻ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല പ്രതികരിക്കുന്നതെന്ന് പറയാണ്. പിന്നീട് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മിത്രയുടെ കോള് മീനാക്ഷിയുടെ ഫോണിലേക്ക് വരുന്നു. അയ്യോ മിത്രയാണല്ലോ വിളിക്കുന്നതെന്ന് പറയണം. മിത്ര ഫോൺ വിളിച്ചിട്ട് വെച്ചു, അല്ല ചേച്ചി അതെ എനിക്കിന്ന് സാരി ഡേ എന്ന് പറയണം. അതിനെന്താ, കോളേജ് സാരി ഉടുത്തോണ്ട് പോകണം, എനിക്ക് സാരി ഉടുക്കാൻ അറിയില്ലെന്ന് പറയണം. ആണോ, അതിനിപ്പോൾ എന്ത് ചെയ്യും? അയ്യോ മോളെ അങ്ങോട്ട് വരാനും പറ്റത്തില്ലോ എന്ന് പറയണം. ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല, സാരി ഉടുത്തോണ്ട് പോകാതിരിക്കാൻ പറ്റില്ലെന്ന് പറയണം. പെട്ടെന്ന് അങ്ങോട്ട് ഗോമതി വന്നിട്ട് ഇതാണോ കാര്യം, അന്നാ ഇപ്പൊ തന്നെ ശരിയാക്കി തരാന്ന് പറയണം.
പിന്നീട് വീഡിയോ കോൾ അങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞു. വീഡിയോ കോൾ വിളിച്ചു. ഇങ്ങനെ ഓടിപ്പോയി ഒരു സാരി എടുത്തോണ്ട് വരണം ഗോമതി. സാരി എടുത്തോണ്ട് വന്നിട്ട് കാണിച്ചിട്ട് പറഞ്ഞു, മിത്രമോളെ നീ ഇങ്ങോട്ട് നോക്കാൻ പറയണം. വീഡിയോ കോൾ വിളിച്ചിട്ട് സാരി കൊടുക്കുന്നത് എങ്ങനെയാന്ന് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോഴേക്കും ബാലൻ അങ്ങോട്ട് വന്നു. ബാലൻ വന്നിട്ട് ഇതെന്താന്ന് ചോദിക്കണം. അതേ മിത്രമോൾക്കൊന്ന് സാരി എടുത്തോണ്ട് പോകണം, ഞാൻ ഒന്ന് കാണിച്ചു കൊടുക്കുവാന്ന് പറയണം. ബാലൻ അങ്ങോട്ട് പോയി. മീന പെട്ടെന്ന് ഗോമതി ഇതിങ്ങനെ സാരി എടുത്ത് ചുറ്റണം, അങ്ങനെ ഇടണം എന്നൊക്കെ പറയണം. കുറെ പറഞ്ഞിട്ടും മിത്രയ്ക്കൊന്നും മനസ്സിലായില്ല. മിത്ര പറഞ്ഞു എനിക്കിത് കിട്ടണില്ല എന്ന് പറയണം. ഇത് കേട്ടതും മീനാക്ഷി പറഞ്ഞു, നീ എന്തിനാ പേടിക്കുന്നേ, ആരിനല്ലേ ഉള്ളേ, ആരിനോട് അങ്ങോട്ട് ഉടുപ്പിച്ചു തരാൻ പറയാം എന്ന് പറയണം. ഇത് കേട്ട മീനാക്ഷി ചോദിച്ചാൽ ആരിനോടോ? അതെ, അവനെന്താ സാരി ഉടുപ്പിക്കാൻ പറ്റില്ല എന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിനും എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ മിത്രം നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.